എന്തു പറ്റി? ബക്കച്ച നിന്ന് വിയർക്കുന്നത് എന്തിനാ? മാഡവും വിയർക്കാൻ പോവുക. ഞാനെന്തിനു വിയർക്കണം? അങ്ങോട്ട് നോക്ക്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ വിയർക്കേണ്ടി വരും വിമലെ. എന്നെ മനസ്സിലായോ? ശ്രീലത ഉദയന്റെ അമ്മയാ. ഇനി ഉദയനെ മറന്നു കാണുവോ? നിന്റെ ഭർത്താവാ. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? മേലാൽ ഇങ്ങോട്ട് കേറി പോരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതേ എന്റെ മോന്റെ ഫ്ലാറ്റാ. ഇവിടെ വരാനും വേണ്ടി വന്ന താമസിക്കാനും എനിക്ക് അവകാശമുണ്ട്. അത് അങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ഇത് എന്റെ ഭർത്താവിന്റെ ഫ്ലാറ്റാ. ഇവിടെ ആര് വരണം പോണോന്ന് തീരുമാനിക്കുന്നതേ ഈ ഞാനാ. അവനവന്റെ വീട്ടിൽ ആരെങ്കിലും ഒളിച്ചു താമസിക്കുവോ? അതിനർത്ഥം അതിലെന്തോ കള്ളത്തരം ഉണ്ടെന്നല്ലേ? ഓ, കള്ളത്തരം കണ്ടുപിടിക്കാൻ പോലീസിന് പരാതി കൊടുത്തിരുന്നല്ലോ. എന്നിട്ട് എന്തായി? എന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് വിചാരിച്ചോ? പരാതി കൊടുത്ത മഹാൻ എവിടെ പോയി? അരവിന്ദ് രാജ. കല്യാണം കഴിഞ്ഞതോടെ അയാള് നിങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു കാണും. ഇവിടെ എന്തായാലും താമസിക്കാൻ പറ്റില്ല. അല്ല, സന്യാസി ദേശാടനത്തിന് പോയിന്ന് കേട്ടു. കൂടെ പോവായിരുന്നില്ലേ? ഗോപിയേട്ടനോട് തിരിച്ചു വരാൻ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഓ, ഞാൻ ഇവിടെ താമസിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഏട്ടനും ഇനി പോരട്ടെ. ഇനിയുള്ള കാലം ഒരുമിച്ച് ഇവിടെ കഴിയാലോ. എങ്ങനെ ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചോ നിങ്ങളോ? നടന്നത് തന്നെ. ആടിച്ച് പുറത്താക്കും ഞാൻ. എന്ത് ധൈര്യത്തില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? ബക്കച്ച, പിടിച്ച് പുറത്താക്കി വരെ. എന്നോട് ക്ഷമിക്കണം മാഡം. എടോ, തന്നോടാ പറഞ്ഞ ഇവരെ പിടിച്ച് പുറത്താക്കാൻ. എനിക്ക് പറ്റില്ല. എടോ, താൻ എന്തിനോട് ഇവരെ പേടിക്കുന്നേ? പേടിച്ചേ പറ്റൂ വിമലെ. അപ്പോ രണ്ടും കൽപ്പിച്ചാണ്. അതെ. സത്യം പറ, ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആന്റി തനിയെ വന്നതല്ല, കൊണ്ടുവന്നതാ. കുറച്ചു മുമ്പ് വിമല പറഞ്ഞ ആള് തന്നെ. ആന്റിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ച മഹാൻ. അപ്പൊ കൂട്ടായ ആക്രമണമാണ് വിമലെ അങ്ങ് തോൽപ്പിക്കാൻ വേണ്ടി. പക്ഷേ തോൽക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ? വിമലെ തോൽപ്പിക്കാൻ വന്നതല്ല ഞാൻ. അതെന്റെ ലക്ഷ്യവുമല്ല. അല്ലെങ്കിലും സ്വയം തോൽവിയുടെ തൊട്ടു മുമ്പിൽ എത്തി നിൽക്കുകയാണ് നിങ്ങൾ. അതുകൊണ്ടാ ഭീരുവായി ഇത്രയും ദിവസം ഇതിനുള്ളിൽ ഒളിച്ചു താമസിക്കേണ്ടി വന്നത്. ആര് ഒളിച്ചു താമസിച്ചു? അത് നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു കഥ. ആ കഥയിൽ ഒരു സത്യമുണ്ടെന്ന് കണ്ടുപിടിച്ച് എന്നെ അറിയിച്ച ഒരാളുണ്ട്. ആര്? എല്ലാവരെയും പറ്റിച്ചിട്ട് എന്നും അങ്ങ് മിടുക്കിയാവാന്ന് വിചാരിച്ചല്ലേ? എനിക്ക്
തുടക്കം മുതലേ സംശയം ഉണ്ടായിരുന്നു നീ ഇതിനകത്തുണ്ടെന്ന്. ആ സംശയം ബലപ്പെട്ടത് വക്കച്ചൻ ചേട്ടന്റെ സ്ഥിരമായ സന്ദർശനം ശ്രദ്ധിച്ചപ്പോഴാ. എന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ നീ ആരടി? രഹസ്യ പോലീസോ? ചൂടായിട്ട് കാര്യമില്ല വിമലെ. പോലീസിനെ അറിയിക്കണമെന്ന് അച്ഛൻ നിർബന്ധം പിടിച്ചതാ. എന്നാ വിളിക്ക്. ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്ക. എന്നെ അങ്ങ് തൂക്കാൻ മെതിക്കട്ടെ. കൈക്കൂലി കൊടുത്തും റെക്കമെൻഡേഷൻ നടത്തിയും ഏതെങ്കിലും ലൂപ്പ് ഹോളിലൂടെ നീ രക്ഷപ്പെടുമെന്നറിയാം. അല്ലെങ്കിൽ സുഖമായി ജാമ്യം എടുക്കും. അതുകൊണ്ട് മനഃപൂർവ്വം പോലീസിനെ ഇൻഫോം ചെയ്യാതിരുന്നത്. ജാമ്യം കിട്ടാത്തൊരു പൂട്ടലാണിതെന്ന് നിനക്ക് കുറച്ചു കഴിയുമ്പോ മനസ്സിലാകും. ഒന്നോർത്താ മതി, എല്ലാവരെയും എന്നും കബളിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല ആർക്കും. എടീ, നീ വലിയ വാചകമൊന്നും അടിക്കണ്ട. ഞാൻ ഇവിടെ ഒളിച്ചു താമസിച്ചിട്ടില്ല. എന്റെ ഫ്ളാറ്റിനകത്ത് ടിവിയും കണ്ട് ഫുഡും ഉണ്ടാക്കി കഴിച്ച് എൻജോയ് ചെയ്യുമായിരുന്നു ഞാനിവിടെ. പുറത്തിറങ്ങണമെന്ന് എനിക്ക് തോന്നിയില്ല. ആരെ കാണാന്? ഇതിനിടയ്ക്ക് അപ്പുറത്ത് മധ്യവയസ്കരായ രണ്ടുപേരുടെ കല്യാണത്തിന്റെ ബഹളം കേട്ടു. മുതുവിവാഹത്തിന് പങ്കെടുക്കാൻ തോന്നാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കിയത് പോലുമില്ല. അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. കല്യാണം അന്തസ്സായിട്ട് അങ്ങ് നടന്നു. മീരയെ ദീപം കൊടുത്ത് വീട്ടിലേക്ക് പിടിച്ചു കയറ്റാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഓ, അത് ഭാഗ്യമാണോ ഭാഗ്യദോഷമാണോന്ന് നമുക്ക് കണ്ടറിയാം. അല്ല, എല്ലാവരും കൂടെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്തിനാ? ഞാനാരെയും ക്ഷണിച്ചില്ലല്ലോ. ആന്റി പറഞ്ഞല്ലോ എന്തിനാണെന്ന്. അവരിനി ഇവിടെ ആയിരിക്കും താമസിക്കുക. ഫ്ലോർ ഇത് തന്നെ ആയിരിക്കും. പക്ഷേ ഫ്ലാറ്റ് ഇതല്ല. ഇത് 6A 6Bയിലായിരിക്കും ഇവര് താമസിക്കുന്നത്. മീരയുടെ ഫ്ലാറ്റില്. എനിക്ക് പകരം കിട്ടിയ മരുമകളല്ലേ മീര. എല്ലാവരും കൂടി സന്തോഷമായിട്ട് 6Bയിലും കൂടിക്കോ. ആന്റി അവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ആന്റിക്ക് ഇഷ്ടമായിരിക്കും. പക്ഷേ തൊട്ടടുത്ത് മകന്റെ ഫ്ളാറ്റ് ഉള്ളപ്പോ അത് ശരിയല്ല. അവർ താമസിക്കേണ്ടത് ഇവിടെയാണ്. അത് മകന് ഇഷ്ടമല്ലെങ്കിലോ? അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാനല്ല, എന്റെ ഉദയേട്ടന്റെ തീരുമാനം അത്. വിമല എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയാണല്ലോ, കൊട്ടിക്കോ. പക്ഷെ ആരും അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്. 1.5 മാസം മുമ്പ് എന്റെ ഉദയേട്ടൻ ഇവിടെ വന്നിട്ട് പോയത് ആരും മറന്നിട്ടില്ലല്ലോ. അന്ന് എന്നോട് പറഞ്ഞിട്ട് പോയതാ അമ്മയെ അച്ഛനെ ഇവിടുന്ന് മാറ്റണം എന്നുള്ളത്. അതാർക്കും അറിയില്ല. നുണ. എന്റെ മോൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഇവള് കള്ളം പറയുക. ഇതാ കുഴപ്പം. വിമല എല്ലാവർക്കും സംശയം. വിമല പെശക, ഉദയനാണെങ്കിൽ വിശുദ്ധൻ, നീറ്റ്. പ്രായമായ അച്ഛനെ അമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനേ അദ്ദേഹം പറഞ്ഞെന്ന് ആരും വിശ്വസിക്കില്ല. വിശ്വസിക്കില്ലടി. കാരണം നീ ഭൂലോകം നുണച്ചിയാ. സാറേ, ഇവളീ പറയുന്നതൊന്നും ശരിയായ കാര്യമല്ല. ആന്റി സമാധാനമായിട്ടിരിക്കെ. നമുക്ക് സത്യാവസ്ഥ അറിയാം. ഉദയനെ ഒന്ന് വിളിച്ചാൽ മതിയല്ലോ. ഇപ്പൊ വിളിക്കാനോ? ഉദയേട്ടനിപ്പോ ഡ്യൂട്ടിയിലായിരിക്കും. ഇനി രാത്രി വിളിച്ചാലേ കിട്ടുള്ളൂ. ഇതടവാണ് സാറേ. നമ്മൾ വിളിക്കുന്നതിന് മുൻപ് ഇവൾക്ക് ഉദയനെ വിളിക്കണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് അവനെ അതങ്ങ് വിശ്വസിപ്പിക്കണം. ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ തന്നെ ഉദയനെ വിളിച്ചു നോക്കാം. ഫോൺ എടുക്കുമെന്നറിയാലോ. വിളിക്കേണ്ട ആവശ്യമില്ല സർ, ഞാനിവിടെ തന്നെയുണ്ട്. ഉദയേട്ടാ, ദൈവമായിട്ടാ ഇപ്പൊ എന്റെ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നത്. ഇവരെല്ലാവരും കൂടി എന്നെ കുരിശിത്തിറക്കാൻ ശ്രമിക്കുമായിരുന്നു. വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നു. ഉദയേട്ടാ, നീ ഇത്രയും വിശ്വസ്തയായിരുന്നെന്ന് ഇപ്പോഴാ വിമല എനിക്ക് മനസ്സിലായത്. നിന്റെ കവിളത്ത് ഞാനിപ്പോ അടിക്കാത്തതേ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചായതുകൊണ്ട് മാത്രമാ. ഉദയേട്ടാ, ഞാൻ മിണ്ടരുത്.
എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി വിമലയുടെ കണ്ണീരും ആക്ടിംഗും ഒന്നും എന്റെ അടുത്ത് ചെലവാവില്ല. അമ്മേ, പ്രധാനമായി 2 തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന്, ഇവളെ ഞാൻ തന്നെ പോലീസിൽ ഏൽപ്പിക്കുക. അയ്യോ ഉദയേട്ട. രണ്ടാമത്തെ തീരുമാനം ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുക എന്നതാണ്. ഉദയ, വേണ്ട, ഇനിയും അമ്മ ഇവർക്ക് വേണ്ടി വക്കാലത്തുമായിട്ട് വരരുത്. ഓരോ തവണയും അമ്മയുടെ വാക്ക് കേട്ട് ഇവളോട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇവളത് അർഹിക്കുന്നില്ല. ഒരു തരത്തിലുള്ള പരിഗണനയും ഇവൾ അർഹിക്കുന്നില്ല. അച്ഛന്റെ അമ്മയുടെയും ശത്രുവായി എന്നെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതുവരെ കാര്യങ്ങളെത്തി. ഇനി ഞാൻ ഇവളോട് പൊറുക്കണോ? അരവിന്ദ് സാർ എന്ത് പറയുന്നു? ഞാൻ ഇൻവോൾവ് ആയതുകൊണ്ട് ഒരു ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ഉദയൻ. ഒരു കോംപ്രമൈസ്? വയ്യ സർ, ക്ഷമയുടെ പരിധികൾ കഴിഞ്ഞു. ഇനി വയ്യ. വിമലയൊന്നും പറഞ്ഞില്ല. ഇയാൾക്കൊരു അഭിപ്രായം കാണുമല്ലോ. ഉദയന്റെ തീരുമാനങ്ങൾ കേട്ടില്ലേ? വിമല എന്തു പറയുന്നു? നിങ്ങളോട് വ്യക്തിപരമായി ഞങ്ങൾക്കാർക്കും വിരോധമില്ല. പക്ഷേ വിമലയുടെ പ്രവൃത്തികൾ ലിമിറ്റ് വിട്ടുപോയി. ഒന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? ഇനി മാപ്പ് ചോദിച്ചിട്ടും ഫലമില്ലല്ലോ. ഉദയേട്ടനെടുത്ത തീരുമാനത്തിന് മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോ എന്താണോ വിധിക്കുന്നത് അത് അനുഭവിക്കുക തന്നെ. ഒരു വിഷമമേ ഉള്ളൂ എനിക്ക്. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കണം. അതിന് നിരപരാധിയായ എന്റെ കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ നിന്ന് മിക്കവാറും എനിക്ക് ജയിൽ ശിക്ഷ കിട്ടുമായിരിക്കും. ആയിക്കോട്ടെ, പക്ഷെ ജയിലിനുള്ളിൽ ജനിച്ചു വീഴാനാണോ എന്റെ കുഞ്ഞിന്റെ യോഗം? ഉദയേട്ടൻ ഡിവോഴ്സിന് പേപ്പർ കൊടുത്ത മിക്കവാറും വിവാഹമോചനത്തിന് ഉത്തരവാകും. ഞാൻ ഒറ്റപ്പെട്ടവളായി എവിടെയെങ്കിലും ഒരു കോണില് കഴിഞ്ഞോളാം. പക്ഷെ എന്റെ കുഞ്ഞിന് അച്ഛനില്ലാതാവില്ലേ? മിണ്ടാറാവുമ്പോ എന്റെ അച്ഛൻ എവിടെയെന്ന് ആ കുഞ്ഞ് ചോദിക്കുമ്പോ ആ മുഖത്ത് നോക്കി ഞാൻ എന്ത് പറയും? എവർഷൈൻ ഫ്ലാറ്റില് 6A മോന്റെ അച്ഛനുണ്ടെന്നോ? നിങ്ങൾ ആരെങ്കിലും ഇതിനൊരു ഉത്തരം താ. വിമലേ,
നീ എന്തൊക്കെയാ പറയുന്നേ? ഇനി പറഞ്ഞിട്ട് എന്തിനാ ഉദയേട്ട? സത്യമാണോ? നിനക്ക് വിശേഷമുണ്ടോ? അതിന് ഞാൻ കള്ളം പറയൂ അമ്മേ. ആ സത്യം ഇന്ന് ഉദയേട്ടനെ വിളിച്ച് പറയാൻ കാത്തിരുന്നതാ ഞാൻ. അപ്പോഴാ ഇനി എനിക്കൊന്നും പറയാനില്ല. അടിച്ചിറക്കി വിടുന്നതിന് മുൻപ് ഞാൻ പോയിക്കോളാം. എവിടേക്ക്? എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഞാനും എന്റെ കുഞ്ഞും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഇപ്പഴാ നിനക്ക് ശരിക്കും അടി തരണ്ടേ. എന്റെ കുഞ്ഞിനെ കൊണ്ട് നീ എങ്ങോട്ട് പോവുക? എന്റെ അനുവാദം ഇല്ലാതെ വിമല എവിടെ പോകുന്നു? അമ്മേ, വിമല വാ, കാര്യങ്ങളൊക്കെ അമ്മ ചോദിക്കട്ടെ. വാ പോ. പക്കച്ച, സാർ, നമുക്കേ പിന്നൊന്ന് കാണണം. ഓക്കെ, ശരി സാർ. മേധ, താങ്ക് യു സോ മച്ച്. കാര്യങ്ങളെ കൈവിട്ടു പോകരുതെന്ന് കരുതിയ ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്തിയത്. പിന്നെ എല്ലാം പ്ലാൻ ചെയ്തത് അരവിന്ദ് സാറ്. ശ്രീലത ആന്റിയുടെ ഒരു കാര്യം എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. കാരണം എന്റെ അമ്മയുടെ സ്ഥാനത്താണല്ലോ ആന്റി. സാറിന്റെ ചേട്ടന്റെ സ്ഥാനത്തും. വിമല ഇനി നന്നായ മതിയായിരുന്നു. അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അരവിന്ദ് സാറ് വിമലയായിട്ടൊന്ന് സംസാരിക്കണം. സംസാരിക്കാം. അല്ലെങ്കിലും ഞാനത് തീരുമാനിച്ചിരിക്കുക. മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതേ ചൊല്ലി ചോദ്യവും ഉത്തരവും തർക്കവും ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഏറ്റവും വലിയ സന്തോഷമല്ലേ നീ അറിയിച്ചത്. എന്നാലും വിമലെ, എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റില്ലായിരുന്നു. ഫോൺ എടുക്കില്ലായിരുന്നല്ലോ നീ. പക്ഷേ വിമലയ്ക്ക് എന്നെ വിളിക്കാമായിരുന്നു. കുടുംബത്തിൽ ഇതുപോലൊരു സന്തോഷം ഇനി ഉണ്ടാവാനില്ലല്ലോ. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എനിക്ക് എല്ലാവരെയും പേടിയായിരുന്നു അമ്മേ. എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുവോന്നുള്ള ഭയം. അതിപ്പം മാറിയില്ലേ? എനിക്കും നിന്നോട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ സ്നേഹമേ ഉള്ളൂ. എന്റെ മോന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരാൻ തുടങ്ങിയില്ലേ? തനിച്ചിവിടെ കഴിയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി അതൊന്നും പറ്റില്ല. നല്ല ആഹാരം കഴിക്കണം. എല്ലാത്തിനും ഒരു ചിട്ട വേണം. കടിഞ്ഞൂലല്ലേ? എല്ലാം ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞുതരാൻ വന്നേക്കുന്ന ഒരാള്. നിഖിൽ, ദാ. നീ കുടിച്ചോ? എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. കൃഷ്ണൻകുട്ടി ഞങ്ങൾ അയച്ചിരിക്കുന്നത്. എന്താ? പ്രിയപ്പെട്ട അംഗങ്ങളെ, എവർഷൈൻ അപ്പാർട്ട്മെന്റിലെ ഈ വർഷത്തെ ഓണാഘോഷം സമുചിതമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കും. വാ.
ദേ ഇത് കണ്ടോ? ആ കൊള്ളാലോ. ഇത് നമ്മൾ പൊളിക്കും. പിന്നല്ല.